ഈ ബെഡ് റെയിലിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു സംശയമാണ്, ഇതുകൊണ്ടൊക്കെ വല്ലതും നടക്കുമോ, കുട്ടിയുടെ വെയിറ്റ് താങ്ങാൻ ഇതിനെ കൊണ്ട് സാധിക്കുമോ എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ ഞാനിത് ഒരു വർഷത്തിലധികമായിട്ട് യൂസ് ചെയ്തിട്ട് സ്വന്തം അനുഭവത്തിലൂടെ ചെയ്യുന്ന റിവ്യൂ ആണ്. ബേബീസ് ഒക്കെ കമിഴ്ന്ന് തുടങ്ങി ഒന്ന് നീന്താനൊക്കെ തുടങ്ങിയാൽ അവരെ നമ്മൾ കട്ടിലിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ ഫ്ലാറ്റിൽ ഡേ ടൈമിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ വിനയനെ ഉറക്കി കിടത്തിയിട്ടാണ് കുളിക്കാനൊക്കെ പോവാറ്. കുളി കഴിയുമ്പോഴേക്കും അവന്റെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഇത് ഭയങ്കര ഉപകാരമാണ്. ഈ ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഇതുകൊണ്ടാണ് ജീവിച്ചു പോയിട്ടുള്ളത്. എനിക്ക് ഇതുപോലെ ഉറക്കി കിടത്തി പോകുമ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. നിങ്ങളിത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമിഴ്ന്ന് തുടങ്ങുമ്പോൾ തന്നെ മേടിക്കുന്നതാണ് ബുദ്ധി. കാരണം നമുക്കത് ഫുൾ ഉപയോഗിച്ചല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ ഫ്രെയിം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് തോന്നുന്ന ഒരു സംശയം ഇതിന്റെ ഒരു മെഷ് കീറി പോകുമോ എന്നുള്ളതാണ്. വിനയ് അത്യാവശ്യം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവൻ അതിന് സാധിച്ചിട്ടില്ല ഇതേവരെയും. അതുകൊണ്ട് ഇത് നല്ല ഡ്യൂറബിൾ മെറ്റീരിയൽ ആണ്. സത്യം തുറന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ബെഡിന്റെ ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. ഇത് 2-3 സൈസിൽ അവൈലബിൾ ആണ്. ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിന്റെ എൽ ഷേപ്പിലുള്ള സെക്ഷൻ കട്ടിലിൽ സ്ക്രൂ ചെയ്യാണ് വേണ്ടത്. രണ്ടറ്റത്തുള്ള സേഫ്റ്റി ലോക്ക് പ്രസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരു സ്റ്റോറേജ് പോക്കറ്റ് ഉണ്ട്. AC-യുടെയും ഫാനിന്റെയും ഒക്കെ റിമോട്ട് സൂക്ഷിച്ച് വെക്കാം എന്ന അതിമോഹം എനിക്കുണ്ടായിരുന്നു. ബട്ട് അവൻ എണീറ്റ് നിന്ന് കസരത്തൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിലൊന്നും വെക്കാൻ പറ്റാതെയായി. ഞങ്ങൾ ഇതുപോലെ കട്ടിൽ ഒരു കോർണറിൽ വെച്ചിട്ട് ഒരു ബെഡ് റെയിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. മറ്റേ സൈഡിൽ ഇതുപോലെ ഒരു അലമാരയും ടേബിളും കുറച്ച് പില്ലോസും ഒക്കെ ഇട്ടിട്ടാണ് ഇത്രയും കാലം ജീവിച്ചു പോകുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ 2 സൈഡിലും ബെഡ് റെയിൽ വെച്ചാൽ നമ്മൾ പാരൻസിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇരിക്കാനും കിടക്കാനും ഒക്കെ തോന്നുമ്പോൾ ഇതെപ്പോഴും താഴ്ത്താനും തിരിച്ചു വെക്കാനും ഒക്കെ ഒരു മടി കാരണമാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിനയനെ ഉറക്കി കിടത്തി പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് പില്ലോസും ഒക്കെ വെച്ച് ചെയറൊക്കെ വെച്ച് പോകും. നിങ്ങൾക്ക് ഇത് 2 സൈഡിലും ആവശ്യമാണെങ്കിൽ 2 എണ്ണം ഫിക്സ് ചെയ്യാം. കോർണറിൽ കട്ടിൽ വെക്കാൻ സൗകര്യമില്ലാത്തവർക്ക് 3 എണ്ണം വേണമെങ്കിലും 3 സൈഡിലായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. വിനയ്ക്ക് ഇപ്പോൾ 1.5 വയസ്സായി. ഒറ്റയ്ക്ക് കട്ടിൽ കയറാനും ഇറങ്ങാനും ഒക്കെ അറിയാം. എന്നാലും ഞങ്ങളിത് റിമൂവ് ചെയ്തിട്ടില്ല. ഉറക്കത്തിൽ വീണ് പോവാതിരിക്കാനും പിന്നെ കളിക്കുമ്പോഴൊക്കെ അറിയാണ്ട് വീണ് പോവാതിരിക്കാനൊക്കെ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇപ്പോൾ അവൻ ഉറങ്ങി എണീറ്റാൽ ഇതിലൂടെ ഒറ്റയ്ക്ക് ഇറങ്ങി വരും. ഈ ബെഡ് റെയിലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്റെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്